ചില കുടുംബത്തിൽ ചില അനർത്ഥങ്ങൾ, പ്രാർത്ഥിക്കുന്ന ആത്മീയ മേഖലയിൽ ഇപ്പോൾ ചില അനർത്ഥങ്ങളുണ്ടാകും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചില മാരക രോഗം വരുന്നു, അല്ലെങ്കിൽ ഒരു തകർച്ച ഉണ്ടാകുന്നു, ഒരു വേദന വരുന്നു. എന്തുകൊണ്ട് ഇത് വരുന്നു? ദൈവം അനുവദിക്കുന്ന ഒരു മുള്ള്. ആ മുള്ള് എന്തിനാന്ന് പറയുക, വ്യക്തമായിട്ട് പറയുക. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടത്. ശരിക്കും ആഹ്ലാദിക്കാതിരിക്കേണ്ടതിനുള്ളത് ശരിക്കും ചിന്തിക്കാൻ, അഹങ്കരിക്കാതെ. ചിലപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ച വരുമ്പോൾ നമുക്ക് അഹങ്കാരം വരും. എല്ലാം ശരിയായാലും നമുക്ക് അഹങ്കാരമാണ്. എല്ലാ കാര്യവും ഒക്കെ ആയാൽ നമ്മളെല്ലാവരെയും മറക്കും, ദൈവത്തെയും മറക്കും, മറ്റുള്ളവരെയും മറക്കും, നമ്മളെ തന്നെ നമ്മൾ മറന്നുപോകും. ഇത് മറക്കാതിരിക്കാൻ, ദൈവവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാൻ, എപ്പോഴും ദൈവാശ്രയത്വത്തിൽ നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മുള്ളു ദൈവം തന്നിരിക്കുക. ആ മുള്ളു ദൈവം തരിക. അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ താഴെ പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ദൈവം തരുന്ന വഴികളാണ് ഓരോ മുള്ളുകൾ. ചില പൈശാചിക പീഡനങ്ങൾ പോലും, ചില ദാരിദ്ര്യങ്ങൾ, ചില സ്വഭാവത്തിൽ ചില പ്രത്യേക സ്വഭാവങ്ങൾ പോലും, ആ ബലഹീനത അത് പാപമല്ല, പാപത്തിൻ്റെ ഒരു പ്രലോഭനമാണ്.